മൊത്തം പേര് ബുക്കും പുസ്തകം അടച്ചു വെച്ചുകൊണ്ട് നോക്കിയിരിക്കാം. 2024 മോഡലിൽ ചോദിച്ച ചോദ്യം ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ വേറെ എന്തെങ്കിലും പരിപാടി കാണിച്ചുകൊണ്ടിരുന്നാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത് 3 മൈനസ് മോഡുലസ് എക്സ്. ഒന്നാമത് നിങ്ങൾ ചെയ്തത് ഇതിന്റെ ഗ്രാഫ് വരച്ചു, അതിലാർക്കും സംശയമൊന്നുമില്ല. രണ്ടാമത്തെ ചോദ്യം ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാനായിരുന്നു? റേഞ്ച് കണ്ടുപിടിക്കാൻ. ബോർഡിലേക്ക് മാത്രം നോക്കിയിരിക്കും. നിങ്ങൾ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി എക്സും എഫ് ഓഫ് എക്സും ഉള്ള ഒരു ടേബിൾ നിങ്ങൾ വരച്ചില്ലേ? വരച്ചായിരുന്നോ? എക്സും എഫ് ഓഫ് എക്സും ഉള്ള ഒരു ടേബിൾ നിങ്ങൾ വരച്ചായിരുന്നോ? വരയ്ക്കാൻ തുടങ്ങി ഗ്രാഫ് വരച്ചേ? വരച്ചായിരുന്നു. സഫ്നാസ് ഒന്ന് എഴുന്നേറ്റേ. -3 -2 -1 0 1 2 3. ഈ വിലകൾ എക്സിന് കൊടുത്തിട്ടാണല്ലോ എഫ് ഓഫ് എക്സിന്റെ വില കണ്ടുപിടിച്ചത്. ആണോ? ആണ്. -3 കൊടുത്തപ്പോഴുള്ള വില എന്തോ സഫ്നാസേ? 0. -2 കൊടുത്തപ്പോ അതിനെ ബുക്ക് നോക്കി പറയാൻ പറഞ്ഞേ. 1 -1 കൊടുത്തപ്പോ 2, 0 കൊടുത്തപ്പോ 3, 1 കൊടുത്തപ്പോ 2, 2 കൊടുത്തപ്പോ 1, 3 കൊടുത്തപ്പോ 0. ബോർഡിലേക്ക് നോക്കാം. ഈ എഫ് ഓഫ് എക്സിന്റെ വിലയിലെ ഏറ്റവും കുറഞ്ഞ വില ഏതാണ്? 0. ഏറ്റവും കുറഞ്ഞ വില. ഏറ്റവും കൂടിയ വിലയോ? 3. ബാക്കിയുള്ള വിലകൾ ഏതിനും ഇടയിലായിട്ട് ഓടിക്കളിക്കുകയാണ്. 0യ്ക്കും 3യ്ക്കും ഇടയിലായിട്ട് ഓടിക്കളിക്കാം. അപ്പൊ നമുക്ക് സംശയം തോന്നാം, ഇവിടെ 4 കൊടുക്കുവായിരുന്നെങ്കിലോ? 4 കൊടുക്കുവാണെങ്കിലോ? 3 മൈനസ് മോഡുലസ് ഓഫ് 4. എത്ര കിട്ടും? 3 മൈനസ് മോഡുലസ് ഓഫ് 4. 3 മൈനസ് 4. ആൻസർ -1. മൈനസ്. അടുത്തത് 5 കൊടുക്കുവാണെങ്കിലോ? 5 കൊടുക്കുവാണെങ്കിലോ? -2. 6 കൊടുക്കുവാണെങ്കിലോ? -1 -2 -3 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പുറത്ത് വില കൊടുക്കുവാണെങ്കിലോ? -4 കൊടുക്കുവാണെങ്കിലോ? ഇതേ വില തന്നെ. -1 -2 -3 എന്നിങ്ങനെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇതിന് കിട്ടിയേക്കുന്നതിൽ വെച്ചും ഏറ്റവും വലിയ വില ഏതാണ്? 3 ആണ്. 3യേക്കാൾ കൂടിയ വില എന്തെങ്കിലും ഫംഗ്ഷന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതിന്റെ റേഞ്ചിനകത്തിൽ കിട്ടാവുന്നതിൽ വെച്ചും ഏറ്റവും കൂടിയ വില എത്രയാണ്? 3 ആണ്. 3 എടുക്കുന്നുണ്ടോ? 3 എന്ന് പറയുന്ന വില കിട്ടുന്നില്ലയോ? കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഇന്റർവെല്? ക്ലോസ്ഡ് ഇന്റർവെൽ. ഇനി എവിടം കുറഞ്ഞാൽ എവിടം വരെ കുറയും? വേണ്ടേ? ഇത് -3. അടുത്ത കൊടുക്കുമ്പോ -4. അടുത്തത് -5. അടുത്തത് -6. ഇങ്ങനെ കുറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക. എവിടം വരെ? -∞ വരെ. എവിടം വരെയാണ്? -∞. ഇൻഫിനിറ്റി എവിടെ വന്നാലും അവിടെ എന്ത് ഇന്റർവെല്? ഓപ്പൺ ഇന്റർവെൽ. അപ്പൊ ഇതെങ്ങനെ വായിക്കും എന്ന് പറഞ്ഞാട്ടെ അഭിനവേ. ലെഫ്റ്റ് ഓപ്പൺ, റൈറ്റ് ക്ലോസ്ഡ് ഇന്റർവെൽ -∞, ഇത് നിങ്ങൾക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലാകും. നിങ്ങൾ ആ വരച്ചു വെച്ചേക്കുന്ന ഗ്രാഫിൽ y ആക്സിസിലെ 3ൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ് അല്ലേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നേ? അല്ലേ? ഗ്രാഫിന്റെ ഏറ്റവും മുകളിലത്തെ പോയിന്റ് ഏതാ? 3 ആണ്. പിന്നുള്ള വിലകൾ കൊടുക്കുമ്പോ ഗ്രാഫ് താഴോട്ട് ഇറങ്ങി വരുക. ഏതും കഴിഞ്ഞ് എക്സ് ആക്സസും കഴിഞ്ഞ് താഴോട്ട് വരിക. എക്സ് ആക്സസ് കഴിഞ്ഞ് താഴോട്ടായിട്ടുള്ള നമ്പറൊക്കെ എന്ത് നമ്പർ? നെഗറ്റീവ് നമ്പർ. എന്ത് നമ്പറാണ്? നെഗറ്റീവ് നമ്പർ. അപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഓപ്പൺ,
റൈറ്റ് ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് ഇൻഫിനിറ്റി കോമ 3 ആണ്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. എഴുതാനുള്ളൊരു വേവ് എഴുതിയാട്ടെ. ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ. ഇതിന് പകരമുള്ള കണക്കാണ് നമ്മൾ റൂട്ട് ഓഫ് 9 മൈനസ് എന്ത് പേനെടുത്തോണ്ടിരിക്കുന്നല്ലേ അല്ല. ഓക്കെ. നമ്മൾ ഈ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ ചെയ്തപ്പോ പറഞ്ഞ ഐഡിയ ഒന്ന് പറഞ്ഞാട്ടെ. ആർക്കറിയാം? റൂട്ടിനകത്തൊരു പോസിറ്റീവ് നമ്പർ വന്നാൽ റൂട്ട് കണ്ടുപിടിക്കാം. റൂട്ടിനകത്ത് 0 വന്നാൽ റൂട്ട് കണ്ടുപിടിക്കാം. പക്ഷേ റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വന്നാൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? മുഹമ്മദ് സൈസാർ, റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ റൂട്ടിനകത്ത് ആരൊക്കെ വരണം? റൂട്ട് കിട്ടണമെങ്കിൽ പോസിറ്റീവ് നമ്പരും വരണം, 0യും വരണം. അതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? 4 മൈനസ് എക്സ് സ്ക്വയർ. ആദ്യമായിട്ട് കാണുക. 4 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇതിന്റെ അർത്ഥം മുഹമ്മദ് സൈസാർ, 4 മൈനസ് എക്സ് സ്ക്വയറിന്റെ വില ഒന്നുകിൽ 0യേക്കാൾ വലുതായിരിക്കണം. 0യേക്കാൾ വലുതിന് പറയുന്ന പേരാണ് പോസിറ്റീവ് നമ്പർ. എന്താ നമ്പർ? അല്ലെങ്കിൽ 4 മൈനസ് എക്സ് സ്ക്വയറിന്റെ വില എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് എഴുതുന്നതാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത് അപ്പുറത്ത് പോട്ടെ, പ്ലസ് എക്സ് സ്ക്വയർ. തിരിച്ചെഴുതിയാൽ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി ഇതിന്റെ അർത്ഥം പറയൂ. നമ്മളൊരു നമ്പറിന്റെ സ്ക്വയർ എടുക്കും. ആ സ്ക്വയർ എടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 4 4നേക്കാൾ ചെറുതോ വരണം. 4 ഇതെവിടെയാണ് സംഭവിക്കുന്നത്? നമ്പർ ലൈനേലെ 0 1 2 3 -1 -2 -3. ഇതിൽ എവിടം മുതൽ എവിടം വരെയുള്ള നമ്പർ കൊടുക്കുമ്പോഴാണ് ആ നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ കിട്ടുന്ന ഉത്തരം 4 4നേക്കാൾ ചെറുതോ വരുന്നത്. -2 കൊടുക്കാം, +2 കൊടുക്കാം, ഇതിനിടയിലുള്ള വിലകളും കൊടുക്കാം. നോക്കിക്കോളൂ. എക്സിന് 2 കൊടുത്താൽ 2ന്റെ സ്ക്വയർ 4, 4നോട് ഈക്വൽ അല്ലേ? എക്സിന് 1 കൊടുത്താൽ 1ന്റെ സ്ക്വയർ 1 എത്രനേക്കാൾ ചെറുത്? എക്സിന് 0 കൊടുത്താൽ 0യുടെ സ്ക്വയർ 0 ആരേക്കാൾ ചെറുത്? അടുത്തത് -1 കൊടുക്കുന്നു. -1ന്റെ സ്ക്വയർ 1 ആരേക്കാൾ ചെറുത്? 4നേക്കാൾ ചെറുത്. അടുത്തത് -2 കൊടുക്കുന്നു. -2ന്റെ സ്ക്വയർ 4 ആരേക്കാൾ ചെറുത്? 4നോട് ഈക്വൽ. 4നോട്. എന്നാൽ നിങ്ങൾ എക്സിന് 3 കൊടുക്കുവാന്ന് വിചാരിക്കുക അഭിനവ് കൃഷ്ണ. അപ്പൊ 3ന്റെ സ്ക്വയർ 9. ആ 9 4നേക്കാൾ. അപ്പോൾ -2 കൊടുക്കാം, +2 കൊടുക്കാം, അതിനിടയിലുള്ള വിലകളും കൊടുക്കാം. ഇതിനെ നമ്മൾ കണക്കിൽ എങ്ങനെ എഴുതും? റേഞ്ച് ഈക്വൽ അല്ലല്ലോ, ഡൊമൈൻ ഈക്വൽ. പറഞ്ഞാട്ടെ. ഡൊമൈൻ ഈക്വൽ -2 കൊടുക്കാം, +2 കൊടുക്കാം, അതിനിടയിലുള്ള വിലകളും കൊടുക്കാം. എങ്ങനെ എഴുതും? ക്ലോസ്ഡ് ഇന്റർവെൽ -2, -2, എഴുതിയാട്ടെ. ബോർഡിലേക്ക് നോക്കാം. ഏതായിരുന്നു ചോദ്യം? 2023 സേയ. 2023 സേയ. സേയിലെ ചോദ്യം ഇങ്ങനെയാണ്. ദ ഫംഗ്ഷൻ f defined by f of x equal 1 + x
if x less than 0. If x, അടുത്തത് 1 if x equal 0. 1 minus x if x greater than 0. ആദ്യം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണം, എങ്കിലേ ഗ്രാഫ് വല്ലതും വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ അർത്ഥം പറയൂ, ഇവിടെ പറഞ്ഞോളൂ. എക്സിന്റെ വില സീറോയേക്കാൾ ചെറുതാണെങ്കിൽ, സീറോയേക്കാൾ ചെറുതിന്റെ ഒറ്റവാക്ക്, സീറോയേക്കാൾ ചെറുതിന്റെ ഒറ്റവാക്ക് ഇന്റിജർ. നെഗറ്റീവ് നമ്പർ വിലകളാണ് ആർക്ക് കൊടുക്കുന്നതെങ്കിൽ, എക്സിന് കൊടുക്കുന്നതെങ്കിൽ ഫംഗ്ഷന്റെ വിലയെന്ന് പറയുന്നത് ആ നമ്പർ ആരോടുകൂടി കൂട്ടുക, ഒന്നിനോടുകൂടി കൂട്ടുക. ഇതിന്റെ അർത്ഥം പറഞ്ഞാട്ടെ, എക്സിന്റെ വില 0 ആണെങ്കിൽ ഫംഗ്ഷന്റെ വിലയെന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇതിന്റെ അർത്ഥം എക്സിന്റെ വില 0യേക്കാൾ വലുത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഫംഗ്ഷന്റെ വിലയെന്ന് പറയുന്നത് ആ നമ്പർ 1-ൽ നിന്ന് കുറയ്ക്കണം. ആ നമ്പർ 1-ൽ നിന്ന്. അപ്പൊ ഇത് വെച്ച് നമ്മൾ ആദ്യം ഒരു ടേബിൾ വരയ്ക്കണം. എന്ത് വരയ്ക്കണം? ഒരു ടേബിൾ വരയ്ക്കണം. എക്സ് എഫ് ഓഫ് എക്സ്, എക്സ് എഫ് ഓഫ് എക്സ്. -3 -2 -1 0 1 2 3. ഞാൻ ഓരോരുത്തരോട് ചോദിക്കാം, അവരോട് എഴുന്നേറ്റ് ഉത്തരം പറയുക. പിള്ളാച്ച എഴുന്നേറ്റു. ആദ്യമേ എക്സിന് കൊടുത്ത വില -3 ആരേക്കാൾ ചെറുത്? 0യേക്കാൾ ചെറുത്. 0യേക്കാൾ ചെറിയ വില കൊടുത്താൽ എന്താണ് ഉത്തരം വരുന്നത്? ആ നമ്പരിനോട് കൂടി ഒന്നുകൂടെ കൂട്ടുക. -3 ഒന്നുകൂടെ കൂട്ടിയാൽ -2. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇരിക്കും. ഹരിനന്ദ സാർ എഴുന്നേറ്റ്. എക്സിന് കൊടുക്കുന്ന അടുത്ത വില -2 ആരേക്കാൾ ചെറുത്? 0യേക്കാൾ ചെറുത്. 0യേക്കാൾ ചെറുതാകുമ്പോ ഫംഗ്ഷന്റെ വില എന്ന് പറയുന്നത് ആ നമ്പരിനോട് കൂടി ഒന്ന് കൂട്ടുക. -2 ഒന്ന് കൂട്ടിയാൽ -1. അദ്വൈതേ, എക്സിന് കൊടുക്കുന്ന അടുത്ത വില -1. -1 ആരേക്കാൾ ചെറുതാണ്? 0യേക്കാൾ ചെറുതാണ്. 0യേക്കാൾ ചെറുതാകുമ്പോൾ ഫംഗ്ഷന്റെ വില എന്ന് പറയുന്നത് ആ നമ്പരിനോട് കൂടി ഒന്നുകൂടെ കൂട്ടുക. -1 ഒന്നുകൂടെ കൂട്ടിയാൽ 0. ഇരിക്കും. സൂര്യൻ എഴുതേക്കൂ. എക്സിന് കൊടുത്ത വില 0. എക്സിന് കൊടുക്കുന്ന വില 0 ആണെങ്കിൽ ഫംഗ്ഷന്റെ വില 1. ഇരിക്കും. അനൂഷ് സാർ എഴുന്നേൽക്കൂ. എക്സിന് കൊടുത്ത അടുത്ത വില 1. 1 ആരേക്കാൾ വലുതാണ്? 0യേക്കാൾ വലുതാണ്. 0യേക്കാൾ വലുതാകുമ്പോൾ ഫംഗ്ഷന്റെ വില ആ നമ്പര് 1-ൽ നിന്ന് കുറയ്ക്കണം. ഇവിടുത്തെ നമ്പർ ഏതാ? 1. 1-ൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ എന്ത് കിട്ടും? 0. ഇരിക്കും. അഭിനവ് സാർ എഴുന്നേൽക്കൂ. എക്സിന് കൊടുക്കുന്ന അടുത്ത വില ബാക്കി പറഞ്ഞോളൂ. ആ 2 ആരേക്കാൾ വലുതാണ്? 0യേക്കാൾ വലുതാണ്. ആ 2 ആരേക്കാൾ വലുതാണ്? 0യേക്കാൾ വലുതാണ്. 0യേക്കാൾ വലുതാകുമ്പോ ആ നമ്പര് 1-ൽ നിന്ന് കുറയ്ക്കണം. 1-ൽ നിന്ന് 2 കുറച്ചാൽ -1. ഇരിക്കും. ഹാഫി സാർ, എക്സിന് കൊടുത്ത വില 3. 3 ആരേക്കാൾ വലുതാണ്? 0-നേക്കാൾ വലുതാണ്. 0-നേക്കാൾ വലുതാണെങ്കിൽ ആ നമ്പര് 1-ൽ നിന്ന് കുറയ്ക്കണം. 1-ൽ നിന്ന് 3 കുറച്ചാൽ -2. ഇത് എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇത് വെച്ചോണ്ട് ഇനി എന്ത് വരയ്ക്കണം? ഗ്രാഫ് വരയ്ക്കും. ഈ എക്സിന്റെ വില -3 മുതൽ +3 വരെ കൊടുക്കണം. വൈക്ക് കിട്ടിയ വില നിങ്ങൾ നോക്കിക്കേ. -2 -1 0 1 0 -1 -2. കൂടിയ വില 1. പിന്നുള്ള വിലകളൊക്കെ അതിനെ അപേക്ഷിച്ച് കുറഞ്ഞു വരികയാണ്. അപ്പൊ നമ്മള്
എക്സ് ആക്സിസ് വരച്ചു. അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് വരച്ചു? വൈ ആക്സിസ് വരച്ചു. എക്സ്, എക്സ് ഡാഷ്, വൈ, വൈ ഡാഷ്, ഒറിജിൻ. നമ്മൾ എക്സ് ആക്സിസിലെ നമ്പറുകൾ മാർക്ക് ചെയ്യുന്നു. എവിടെ തൊട്ട് എവിടെ വരെ? 1, 2, 3. -1, -2, -3. മുകളിലോട്ട് 1, 1, 2, 3. ഇനി മുകളിലോട്ട് അധികം നമ്പർ മാർക്ക് ചെയ്തിട്ട് കാര്യമില്ല. കാരണം മാക്സിമം എത്ര വരെ ഉള്ളൂ? 1 വരെ ഉള്ളൂ. ഇനി ബാക്കി നമ്പറുകളൊക്കെ പിള്ളേച്ച താഴോട്ടാണ് നമുക്ക് നമ്പർ വരേണ്ടത്. ഏതൊക്കെ നമ്പര്? -1, -2, -3. ഓക്കെ. ഇവിടെ 0 കൊടുത്തപ്പോൾ ഫംഗ്ഷന് കിട്ടിയ വില 1. ചേർത്തെഴുതിയാൽ പോയിന്റ് 0, 1. 0, 1 എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരും? ഒരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ ആ പോയിന്റ് എവിടെ ആയിരിക്കും? വൈ ആക്സിസിലായിരിക്കും. അപ്പൊ വൈ ആക്സിസില് 1 എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ് 0, 1. ഇനി 1 കൊടുത്തപ്പോ കിട്ടിയ ഉത്തരം 0. കോർഡിനേറ്റ് ആക്കി പറഞ്ഞേ. 1, 0. ആ പോയിന്റ് എവിടെ വരും? എക്സ് ആക്സിസിൽ. എങ്ങനെ മനസ്സിലായി? വൈ കോർഡിനേറ്റ് 0 ആണെങ്കിൽ. അപ്പോ എക്സ് ആക്സിസിലെ 1 ഇതാണ് 1, 0. ഓക്കെ. 2, -1. എക്സ് ആക്സിസിലെ 2ഉം വൈ ആക്സിസിലെ -1 കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് 2, -1. അടുത്തത് 3, -2. എക്സ് ആക്സിസിലെ 3ഉം വൈ ആക്സിസിലെ -2 കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് 3, -2. അടുത്തത് -1, 0. -1 പറഞ്ഞാട്ടെ. എക്സ് ആക്സിസിലെ -1, എക്സ് ആക്സിസിലെ -1. അടുത്ത പോയിന്റ് പറഞ്ഞാട്ടെ. -2, -1. എക്സ് ആക്സിസിലെ -2ഉം വൈ ആക്സിസിലെ -1 കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് -2, -1. അടുത്തത് -3, -2. എക്സ് ആക്സിസിലെ -3ഉം വൈ ആക്സിസിലെ -2 കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ്. ഇനി ഇവരെ എന്ത് ചെയ്യണം? യോജിപ്പിക്കണം. ഇതാണ് ആരുടെ ഗ്രാഫ്? ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ്. ഒന്നും ചെയ്യണ്ട, ബാക്കിയോടെ പറയണ്ടേ. എന്താണ് അതിന്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ? ഈ ഫംഗ്ഷന്റെ റേഞ്ച് കണ്ടുപിടിക്കണം. ഓൾറെഡി ഇങ്ങനെ വവ്വാല് മറ്റേ ഇലക്ട്രിക് ലൈനെ കിടക്കുന്ന പോലത്തെ ഒരു ഗ്രാഫ് നിങ്ങൾ ഇച്ചിരി മുമ്പേ കണ്ടായിരുന്നു അല്ലേ? ഉണ്ടല്ലേ? കണ്ടായിരുന്നു. അവിടെ അല്ല കാണിക്കുന്നത്, ഇവിടെ കാണിക്കുന്നത്. അപ്പൊ പറഞ്ഞാട്ടെ. റേഞ്ച് ഈക്വൽ, ഈ ഗ്രാഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഫംഗ്ഷന് കിട്ടാവുന്നതിൽ വെച്ചും ഏറ്റവും കൂടിയ വില ഏതാ? 1 ആണ്. അതിന്റെ മുകളിലോട്ട് ഗ്രാഫ് പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോ 1 എന്ന് പറയുന്ന വില എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ എന്തിടണം? ക്ലോസ് ഇൻഡോ. ഇനി ബാക്കിയുള്ള വിലകളെല്ലാം നിങ്ങൾ നോക്കിക്കേ. ഇനി കൂടുതൽ പോയിന്റ് കൊടുക്കുമ്പോ വൈ വില -2, -3, -4, -5 എന്ന് ഇങ്ങനെ കുറഞ്ഞു വരുക. എവിടെ വരെ? -ഇൻഫിനിറ്റി വരെ. ഇൻഫിനിറ്റി എവിടെ വന്നാലും അവിടെ ഓപ്പൺ ഇന്റർവൽ. അപ്പൊ ഇതെങ്ങനെ വായിക്കുന്നതിന്റെ ആൻസർ? ലെഫ്റ്റ് ഓപ്പൺ, റൈറ്റ് ക്ലോസ്ഡ്, ഇന്റർവൽ, -ഇൻഫിനിറ്റി, 1. രണ്ടിന്റെ ആൻസർ ഇവിടെ കിട്ടിയല്ലോ. എഴുതിയാട്ട വേഗം. 2023 മാർച്ച് 2023 മോഡൽ 2023 മോഡൽ. Draw the graph of the function f of x is equal to modulus x minus 2. ഇതിൽ നിന്ന് വേണം ഇതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ഉത്തരം എഴുതാൻ. നിങ്ങൾ എക്സിന് ഒരു 3 നെഗറ്റീവ് വില കൊടുത്തു, 0 കൊടുത്തു, 3 പോസിറ്റീവ് വില കൊടുത്തു. ഈ ഫംഗ്ഷൻ അർത്ഥം പറഞ്ഞാട്ടെ.
ഏതെങ്കിലും ഒരു നമ്പറിന്റെ മുകളിൽ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ ആദ്യം അതിന്റെ മോഡുലസ് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് അതിൽ നിന്ന് എത്ര കുറയ്ക്കണം? അപ്പൊ നമ്മൾ ആദ്യം എക്സിന് -3 കൊടുക്കും. മോഡുലസ് ഓഫ് -3, മോഡുലസ് ഓഫ് -3. ശരി ശരി. നവനീത ക്ലാസ് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നവനീതിന്റെ അമ്മയെ വിളിച്ചിട്ട് ഇറങ്ങാം. നോക്കാം. മോഡുലസ് എക്സ് -2. അപ്പൊ എക്സിന് -3 കൊടുക്ക. ബുക്ക് അടച്ചു വെക്കാൻ ഞാൻ പറഞ്ഞു. എക്സിന് -3 കൊടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില പറഞ്ഞാട്ടെ. മോഡുലസ് ഓഫ് -3 3 3 -2 1. എക്സിന് -2 കൊടുത്താൽ മോഡുലസ് ഓഫ് -2 2 2 -2 0. എക്സിന് -1 കൊടുത്താല് മോഡുലസ് ഓഫ് -1 1 1 -2 -1. 0 കൊടുത്താൽ മോഡുലസ് ഓഫ് 0 0 0 -2 -2. എക്സിന് 1 കൊടുത്താൽ മോഡുലസ് ഓഫ് 1 1 1 -2 -1. എക്സിന് 2 കൊടുത്താൽ മോഡുലസ് ഓഫ് 2 2 2 -2 0. എക്സിന് 3 കൊടുത്താൽ മോഡുലസ് ഓഫ് 3 3 3 -2 1. ഇത് വെച്ച് നിങ്ങൾ ഗ്രാഫ് വരച്ചല്ലോ. ഇത് വെച്ച് ഗ്രാഫ് വരച്ചേ. ഇനി ഈ ഫംഗ്ഷന്റെ എന്ത് കണ്ടുപിടിക്കണം? ഈ ഫംഗ്ഷന്റെ റേഞ്ച് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? റേഞ്ച് കണ്ടുപിടിക്കണം. ഇവിടെ എഫ് ഓഫ് എക്സിന് കിട്ടിയിട്ടുള്ള വിലകളിലെ ഏറ്റവും കൂടിയ വില ഏതാ? 1 ആണ് ഏറ്റവും കൂടിയ വില. പിന്നുള്ള വിലകളൊക്കെ ആരേക്കാൾ ചെറുതാണ്? ആരേക്കാൾ ചെറുതാണ്? കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വില എന്ന് പറയുന്ന ആരാണ്? 1 ആണ്. 4 കൊടുക്കുവായിരുന്നെങ്കിലും, എക്സിനെ 4 കൊടുക്കുവാണെങ്കിലും മോഡുലസ് ഓഫ് 4 4 -2 2. അടുത്തത് 5 കൊടുക്കുവായിരുന്നെങ്കിലോ 3. വില കൂടുവാന്നോ വില കുറയുവാ? വില കൂടുവാണെങ്കിൽ വില എന്ത് ചെയ്യുവാണ്? കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. എക്സിന് വില കൂടുന്നതനുസരിച്ച് ഫംഗ്ഷന്റെ വില കൂടുകയാണ്. അപ്പോ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഇതിനകത്തിലെ ഏറ്റവും കുറഞ്ഞ വില ഏതാ? ഇതിനകത്തിലെ ഏറ്റവും കുറഞ്ഞ വില -. ഇതാണ് എഫ് ഓഫ് എക്സിന് കിട്ടിയതിൽ വെച്ചും ഏറ്റവും കുറഞ്ഞ വില. ബാക്കിയുള്ള വിലകളൊക്കെ ആരേക്കാൾ കൂടുതലാണ്? -2 കൂടുതലാണ്. അപ്പോൾ ഈ ഫംഗ്ഷന്റെ റേഞ്ച് പറഞ്ഞാട്ടെ. ഏറ്റവും ചെറിയ വില -2. ഏറ്റവും ചെറിയ വില -2. അതിനേക്കാൾ കുറഞ്ഞ വില കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ആ -2 എന്ന് പറഞ്ഞ വില എടുക്കുന്നുണ്ടോ? എടുക്കുന്നില്ലയോ? ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് ഇന്റർവെല്? ക്ലോസ്ഡ് ഇന്റർവെൽ, കോമ. വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എവിടം വരെ? എന്ത് ഇൻഫിനിറ്റി? പോസിറ്റീവ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയുടെ അവിടെ ഓപ്പൺ ഇന്റർവെൽ. അപ്പൊ ഇതെങ്ങനെ വായിക്കുന്നത്? ലെഫ്റ്റ് ക്ലോസ്ഡ്, റൈറ്റ് ഓപ്പൺ ഇന്റർവെൽ -2 കോമ. ഇതിനെയാണ് സെമി ഓപ്പൺ ഇന്റർവെൽ അല്ലെങ്കിൽ സെമി ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് ചെയ്യുന്നത്. എഴുതിയാട്ടെ. g of x equal root of 9 minus x. g of x equal root of ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഡൊമൈൻ. ബുക്ക് അടച്ചു വെക്കുക, ബോർഡിലേക്ക് നോക്കി. നമ്മൾ ഇതിന്റെ സ്ക്വയർ വരുന്ന കണക്ക് പഠിച്ചതാണ്. അന്നേരം പറഞ്ഞ ഐഡിയ എന്തുവായിരുന്നു? റൂട്ടിനകത്ത് വരുന്ന നമ്പർ
കൃഷ്ണ, സീറോയേക്കാൾ വലിയ നമ്പരോ ആണെങ്കിലേ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ 9 - x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. -x റൈറ്റിൽ പോകുമ്പോ +x. 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x. തിരിച്ചെഴുതിയാൽ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് നമ്മളൊന്ന് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്താൽ, സപ്പോസ് ഇതാണ് 9 എന്ന് വിചാരിക്കും. നമ്മൾ 0 മുതലുള്ള എല്ലാ നമ്പരും മാർക്ക് ചെയ്യേണ്ട, 9 മാത്രം മാർക്ക് ചെയ്യും. ഇതിന്റെ അർത്ഥം എക്സിന്റെ വില 9-9നേക്കാൾ കുറവോ ആയിരിക്കണം. 9 ആകാം, 9നേക്കാൾ കുറവാകാം. 9 എന്ന് പറയുന്ന വില എടുക്കുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ ഒരു വട്ടം വരയ്ക്കും. ആ വട്ടം നമ്മൾ എന്ത് ചെയ്യും? കറപ്പിക്കും. ഇത് ലീനിയർ ഇക്വാളിറ്റി പഠിക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ആ നമ്പർ എടുക്കുന്നെങ്കിൽ മാത്രമേ ആ വട്ടം കറപ്പിക്കാവൂ. ആ നമ്പർ എടുക്കുന്നില്ലെങ്കിൽ അത് വട്ടം വരച്ചിടാവൂ. അത് എന്ത് ചെയ്യരുത്? കറപ്പിക്കരുത്. അപ്പൊ x = 9 ആയി. ഇനി അടുത്ത് എന്തോ വേണം? എക്സിന്റെ വില 9നേക്കാൾ ചെറുത് വരണം. അത് 9ന്റെ ലെഫ്റ്റിലാണോ വരുന്നത്? 9ന്റെ റൈറ്റിലാണോ വരുന്നത്? 9ന്റെ ലെഫ്റ്റിൽ. ഈ ലെഫ്റ്റിൽ എന്ന് പറയുമ്പോ അത് എവിടെ നിന്ന് തുടങ്ങും? -∞. അപ്പൊ ഡൊമൈൻ ഈക്വൽ -∞ തുടങ്ങും. ഇൻഫിനിറ്റി എവിടെ വന്നാലും അവിടെ എന്ത് ഇന്റർവെല്? ഓപ്പണിംഗ്. എവിടം വരെ? 9 വരെ. 9 എന്ന് പറയുന്ന വില എടുക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അവിടെ എന്ത് ഇന്റർവെല്? അപ്പൊ ഇതെങ്ങനെ വായിക്കുന്നേ? ലെഫ്റ്റ് ഓപ്പൺ, റൈറ്റ് ക്ലോസ്ഡ്, ഇന്റർവെൽ -∞, എഴുതിക്കോ. 2022 സെയിലെ ചോദ്യം വായിച്ചാട്ടെ. Let f of x is equal to 2x greater than 0. 0 x is equal to 0. -3 x less than 0. ചോദ്യത്തിന് അർത്ഥം പറഞ്ഞാട്ടെ. എക്സിന് കൊടുക്കുന്ന വില 0യേക്കാൾ വലുതാണെങ്കിൽ പറഞ്ഞ അർത്ഥം പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഫംഗ്ഷന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 2. അടുത്ത വരി വായിച്ചാട്ടെ. എക്സിന്റെ വില 0 ആണെങ്കിൽ ഫംഗ്ഷന്റെ വില 0. അടുത്തത് എക്സിന്റെ വില 0യേക്കാൾ ചെറുത്. ദാറ്റ് മീൻസ് എന്ത് നമ്പർ? നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഫംഗ്ഷന്റെ വില. ഇത് വെച്ച് എന്ത് വരയ്ക്കാനായിരുന്നു? ഗ്രാഫ് വരയ്ക്കാനായിരുന്നു. ബോർഡിലേക്ക് നോക്കിയിരിക്കുക, ഗ്രാഫ്. എക്സിന്റെ വില 0യേക്കാൾ വലുത് എന്ന് പറയുമ്പോൾ ഇതിന്റെ റൈറ്റിലോട്ടുള്ള ഏത് വില എക്സിന് കൊടുത്താലും ഫംഗ്ഷന്റെ വിലയായിട്ട് കിട്ടുന്ന ഉത്തരം എത്രയാണ്? 2 ആണ്. അതായത് 1 കൊടുത്താലും 2 കിട്ടും, 2 കൊടുത്താലും 2 കിട്ടും, 3 കൊടുത്താലും 2 കിട്ടും, 4 കൊടുത്താലും 2 കിട്ടും. അപ്പൊ ഗ്രാഫ് എങ്ങനെ വരും? 2ൽ നിന്ന് തുടങ്ങുന്ന എക്സിന് പാരലലായി ഒരു സ്ട്രൈറ്റ് ലൈൻ. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. 0 കൊടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില എത്ര അല്ല? 2 അല്ല. 0 കൊടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില എത്ര അല്ല? അപ്പൊ അതുകൊണ്ട് ഈ ഗ്രാഫിനകത്ത് ഒരു ചെറിയ പരിപാടി ചെയ്യണം. വേണ്ടേ?
ഈ രണ്ടിന്റെ അവിടെ ഒരു വട്ടം വരണം. പക്ഷെ ആ വട്ടം എന്ത് ചെയ്യരുത്, കറുപ്പിക്ക് എന്തോ. സാർ ഒരു സെക്കൻഡ്. അടുത്ത എക്സിന്റെ വില 0 കൊടുക്കുമ്പോൾ 0 തന്നെ. 0 കൊടുക്കുമ്പോ എക്സിന്റെ വില 0യേക്കാൾ ചെറിയ നമ്പർ. ദാറ്റ് മീൻസ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഏത് വില കൊടുത്താലും ഫംഗ്ഷന്റെ വില എന്താണ്? -3. അതായത് -1 കൊടുത്താലും -3, -2 കൊടുത്താലും -3, -3 കൊടുത്താലും -3. അപ്പൊ ഗ്രാഫ് എങ്ങനെ വരും? -3യിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എക്സ് ആക്സിന് പാരലലായ ഒരു ഗ്രാഫ്. അവിടെയും ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഈ -3യുടെ അവിടെ ഒരു വട്ടം വരയ്ക്കണം. ഈ വട്ടം എന്ത് ചെയ്യരുത്? കറപ്പിക്കരുത്. ഗ്രാഫിനകത്ത് സംശയമുണ്ട് ആർക്കെങ്കിലും? ഇല്ല. ഇനി ഇതിന്റെ എന്തൊക്കെ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്? ഡൊമൈനും റേഞ്ചും. ബോർഡിലേക്ക് നോക്കാം. ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ ഇതിന്റെ ഡൊമൈൻ എന്താണെന്ന് പറയാം. റിയൽ നമ്പറാണ്. കാരണം 0യേക്കാൾ വലുതെടുക്കുന്നുണ്ട്, 0യേക്കാൾ ചെറുതെടുക്കുന്നുണ്ട്, 0 എടുക്കുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷന്റെ ഡൊമൈൻ ഏതാ? രണ്ടാമത്തേത് അതിന്റെ റേഞ്ചാണ്. ഈ റിയൽ നമ്പർ വിലകൾ കൊടുക്കുമ്പോ ഫംഗ്ഷന് കിട്ടുന്ന വിലകളെല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന സെറ്റിനെ വിളിക്കുന്ന പേരാണ് റേഞ്ച്. അത് ഇവിടെ തന്നെ നടപ്പുണ്ട്. ഏതൊക്കെയാണ്? -3, 0, 2. -3, 0 ശരിയാണോ നോക്കിക്കുക ആൻസർ. എഴുതാത്തവരുണ്ടെങ്കിൽ വേഗം എഴുതുക.